കേരള സംസ്ഥാനത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിലും മികച്ച ഒരു മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട് ബി. പക്ഷേ കാര്യമായ രീതിയിൽ ഒരു വേരോട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമായും 3 ലോക്സഭാ മണ്ഡലങ്ങളിലാണ്. അതിൽ ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരവും പിന്നീടൊന്ന് ആറ്റിങ്ങലുമാണ്. ഇതിൽ തൃശ്ശൂരിൽ മിന്നുന്ന വിജയം തന്നെയാണ് ബി നേടുവാൻ സാധിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ഒരു നേതാവ്, ബി ഒരു സ്ഥാനാർത്ഥി പാർലമെന്റിലേക്ക് പോവുകയാണ്. ഒരു ബി നേതാവ് പാർലമെന്റിലേക്ക് പോകുന്നു എന്ന പ്രത്യേകത, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം ബി സമ്മാനിച്ചത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് 4 തവണ അടുപ്പിച്ചിപ്പോൾ തിരുവനന്തപുരത്തിന്റെ MP ആയി നിൽക്കുന്നത് വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂരാണ്. ശശി തരൂരിനെ സംബന്ധിച്ച് കാലങ്ങളായി തലസ്ഥാന നഗരിയിലെ MP ആയി പാർലമെന്റിലേക്ക് പോകുന്ന ശശി തരൂര് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ ആകട്ടെ, ആറ്റിങ്ങലിൽ ഇടത് കോട്ടയിൽ വിള്ളലുണ്ടാക്കി വൻ വിജയം നേടുകയാണ് അടൂർ പ്രകാശ് 2019 ചെയ്തത്. എന്നാൽ 2024 നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അടൂർ പ്രകാശം വിജയിച്ചത്. ഇവിടെ വിജയിച്ചത് 2ഇടത്തും കോൺഗ്രസ് ആണെങ്കിലും ഒരിടത്ത് CPM 2ാം സ്ഥാനത്ത് വന്നെങ്കിലും ഈ 2ഇടത്തും മികച്ച മുന്നേറ്റം കൈവരിച്ചിട്ടുള്ളത് BJP തന്നെയാണെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വലിയ തരംഗമൊന്നുമില്ലാതെ നായർ എലൈറ്റ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ശശി തരൂർ, തീരദേശ മേഖലയുടെ സ്വാധീനത്തോടുകൂടി വിജയിച്ചു വന്ന നേതാവായ ശശി തരൂർ 2019 കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള തരംഗത്തിന്റെ പുറത്ത് 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എന്നാൽ 2024 സാക്ഷാൽ നരേന്ദ്രമോദി പോലും തനിക്കെതിരെ മത്സരിച്ചാൽ പോലും താൻ തന്നെ വിജയിക്കുമെന്ന് പറഞ്ഞ ശശി തരൂരിന് 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം ലഭിച്ച 2019 പോലെ ആയിരുന്നില്ല 2024 ഭൂരിപക്ഷം. കാര്യമായി തന്നെ കുറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒത്ത എതിരാളി തന്നെയാണ്. ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലും അത് തന്നെയാണ് സ്ഥിതി. ആറ്റിങ്ങൽ തരംഗമൊന്നുമില്ലാതെ ഇതുവരെ പരാജയം നേരിട്ടിട്ടില്ലാത്ത അടൂർ പ്രകാശ് കേവല ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും നേരിയ ആശ്വാസം തന്നെയാണ് നേടുവാൻ സാധിച്ചത്. പക്ഷേ അവിടെ 2ഇടങ്ങളിലും CPIയെയും CPMനെ സംബന്ധിച്ച്, അതായത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ വേരോട്ടമില്ലാത്ത തരത്തിലേക്ക് ജീർണിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2005 ഉപതെരഞ്ഞെടുപ്പിൽ ശക്തനായി തിരുവനന്തപുരത്തിന്റെ MP ആയി കടന്നു വന്ന പന്ന്യൻ രവീന്ദ്രൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധത്തെ കളത്തിലിറക്കിയിട്ട് പോലും ഇടതുപക്ഷത്തിന് തിരുവനന്തപുരത്ത് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എങ്കിൽ ആ തിരിച്ചടിയുടെ പ്രധാന കാരണം ഇടത് കോട്ടകളിൽ BJP ഉണ്ടാക്കിയ വോട്ടിന്റെ വിള്ളലുകളാണ്. ആലപ്പുഴ അടക്കമുള്ള 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് BJP വോട്ട് പിടിച്ചു എന്നുള്ളത് മാത്രമല്ല, BJP പിടിച്ചുമാറ്റിയ വോട്ടുകളുടെ ഒരു വലിയ വിഹിതം അത് ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു എന്നുള്ളതാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പന്ന്യൻ രവീന്ദ്രന് പോലും പിടിച്ചെടുക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് തിരുവനന്തപുരം BJPക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്ന് സാരം. അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തെ തന്നെയാണ്. ഇനി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഇടത് കോട്ടയായിരുന്നു 2014 വരെ. ആ ഇടത് കോട്ടയിലേക്ക് അനിരുദ്ധൻ സമ്പത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടൂർ പ്രകാശ് വരുമ്പോൾ അന്ന് BJPക്ക് അവിടെ 24% വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ 2024 അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിച്ചുവെങ്കിലും ആ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായ വി മുരളീധരനാണ്. 24% എന്ന വോട്ടിംഗ് ശതമാനത്തെ വർദ്ധിപ്പിച്ചെടുക്കുവാൻ ആറ്റിങ്ങൽ വി മുരളീധരൻ സാധിച്ചിട്ടുണ്ട്. അത് വി മുരളീധരന് മാത്രമല്ല, 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥികൾക്കും അത് സാധിച്ചിട്ടുണ്ട്. ആലത്തൂരിൽ കനലൊരുതരിയായി എരിഞ്ഞു നിൽക്കുന്ന K രാധാകൃഷ്ണൻ വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2024 BJP സ്ഥാനാർത്ഥിയായ സരസു 2019 BJP നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ, അതായത് 70,000-ൽ നിന്ന് 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ നേടിയത് കൂടിയാണ് അവിടെ K രാധാകൃഷ്ണൻ വിജയിച്ചതിന്റെ പ്രധാന കാരണം. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ എല്ലായിടത്തും BJP സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടായ BJPയുടെ കടന്നുകയറ്റം, അത് വലിയ തോതിലുള്ള കടന്നുകയറ്റം, അത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്ന ഇടതുപക്ഷത്തിനാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നതും ജനങ്ങളുമായി മേയർ ആര്യ രാജേന്ദ്രന് വലിയ അകൽച്ചയാണുള്ളത്. അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. ഒപ്പം എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ഉള്ളതുപോലെ ഭരണവിരുദ്ധ വികാരവും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഒരു കണക്കുകൂട്ടൽ. ഈ കണക്കുകൂട്ടലുകളെ സാധൂകരിക്കുന്ന വിഷയങ്ങളും അവർ പറയുന്നുണ്ട്.
KSRTC-യിലെ ഡ്രൈവറുമായി ഉണ്ടായ പ്രശ്നമടക്കം, ആറ്റുകാൽ പൊങ്കാലയിൽ നടത്തിയ അഴിമതി, ഒപ്പം തന്നെ പല തസ്തികകളിലേക്കും ആളുകളെ എടുക്കുന്നതിന് പാർട്ടി കമ്മിറ്റിയുമായി ചർച്ച ചെയ്തതിന്റെ കത്തുകൾ, അങ്ങനെ പല വിഷയങ്ങളാണ് മേയരുമായി ജനങ്ങൾക്കുള്ള ഒരു അകൽച്ചയുടെ പ്രധാന കാരണമായി പറയുന്നത്. ഒപ്പം ഭരണവിരുദ്ധ വികാരവും തലസ്ഥാന നഗരിയിൽ ചർച്ചയായപ്പോൾ അത് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്. ആറ്റിങ്ങലിലും നടന്നത് അത് തന്നെയാണ്. വി ജോയിയെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ട് പോലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയാതെ പോകുന്നു. തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനെ മത്സരിപ്പിച്ചിട്ട് ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയാതെ പോകുന്നു. ഒപ്പം BJP-യുടെ 2019-ലെയും 2024-ലെയും ഒക്കെ വോട്ട് വർധനവ് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. എത്ര ശതമാനം വോട്ടുകൾ വർദ്ധിപ്പിക്കണമെന്ന കൃത്യമായ കണക്കോട് കൂടിയാണ് BJP പ്രവർത്തിക്കുന്നത് എന്ന കാര്യവും കമ്മിറ്റിയിൽ ചർച്ചയായിട്ടുണ്ട്. അത് ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലോ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലോ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇനി ഇടതുപക്ഷത്തിന് MP സ്ഥാനം ഉറപ്പിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുമെന്ന ഒരു ചർച്ച കൂടി അവിടെ പ്രബലമായി ബലപ്പെട്ടു വരുന്നുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ പാറശാലയിൽ മാത്രമാണ് BJP 3-ാം സ്ഥാനത്ത് പോയത്. അല്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്തായിരുന്നു CPI. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്ന CPI ആണ് ഇക്കുറി ഒരിടത്ത് മാത്രം 2-ാം സ്ഥാനത്ത് വരികയും ബാക്കി എല്ലാ ഇടങ്ങളിലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുന്നത്. ഇനി ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ വി ജോയി CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ 2-ാം സ്ഥാനത്തേക്ക് CPM-നെ നിലയുറപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും BJP-ക്ക് 2019-ൽ 24% വോട്ടുള്ള ഇടത്ത് ഇപ്പോൾ 31.64% അത് ഉയർന്നിട്ടുണ്ട്. അത് ഉയരുന്നത് സ്വാഭാവികമായും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിൽ പോലും CPM-നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 34.11% വോട്ടുണ്ടായിരുന്ന CPM-ന് അത് 33.22 കുറഞ്ഞിരിക്കുന്നു. അത് ഗൗരവകരമായ ഒരു കാര്യമാണ്. വോട്ട് ശതമാനത്തിൽ BJP ഉണ്ടാക്കുന്ന വിള്ളൽ വലിയ തോതിൽ തന്നെ ഇടതുപക്ഷത്തെ തിരിച്ചടിയായി ബാധിക്കുന്നുണ്ട്. ഒപ്പം പുതിയ വോട്ടർമാർ അവർ BJP-യിലേക്ക് കൂടുതൽ ആകർഷകരാകുന്നുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള തലസ്ഥാന നഗരിയിലെ വോട്ടർമാർ. ഇനി കാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ഈഴവ വോട്ടുകൾ, SC/ST വോട്ടുകൾ, ഇവയെല്ലാം BJP-ക്ക് അനുകൂലമായി ചലിക്കുന്നുണ്ട് എന്ന ഒരു ചർച്ച കൂടി അവിടെ നടന്നു. കണക്കുകളും വ്യക്തമാക്കുന്നത് അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ 35% നായർ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു, 27% ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു, ക്രൈസ്തവ വോട്ടുകൾ 5% BJP-യിലേക്ക് പോകുന്നു. അപ്പോൾ ഈ കണക്കുകളിലൊക്കെ വ്യക്തമാക്കുന്നത് BJP-യിലേക്ക് ഒരു ഒഴുക്ക് കാര്യമായ രീതിയിൽ ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ ഈഴവ വോട്ടുകളൊക്കെ തിരിച്ചുപിടിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിരുദ്ധ വികാരം മാറ്റിയെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ്. നഗരസഭയുമായുള്ള ജനങ്ങളുടെ അകൽച്ച കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് കൃത്യമായി അറിയാം. പക്ഷെ അതിന് പ്രശ്നപരിഹാരം മാത്രമാണ് അറിയാത്തത്. ആ പ്രശ്നപരിഹാരം കാര്യമായ രീതിയിൽ ചർച്ച ചെയ്ത് കണ്ടെത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായി വരുന്ന ഒരു ആവശ്യം. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇടതുപക്ഷം മുൻപോട്ട് പോയില്ല എങ്കിൽ നഗരസഭ BJP കൈയാളും. അങ്ങനെ നഗരസഭ BJP പിടിച്ചെടുത്താൽ പിന്നീട് അവരുടെ ലക്ഷ്യം നിയമസഭയായിരിക്കും. അങ്ങനെയൊന്ന് അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ.